ഈ ദിവസം സമാധാനമുള്ളവരായ ദമ്പതികളെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. സമാധാനമുള്ളവരായ ദമ്പതികൾ. സാധാരണമായിട്ട് ഭർത്താവിൻ്റെ നന്മയാകട്ടെ, ഭാര്യയുടെ നന്മയാകട്ടെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആത്മീയതയാകട്ടെ, ഭാര്യയുടെ ആത്മീയതയാകട്ടെ, എപ്പോൾ അത് വെളിപ്പെടുമെന്നറിയാമോ? എല്ലാം നന്നായിരിക്കുമ്പോഴല്ല, എല്ലാം വിചാരിക്കുന്നത് പോലെ നടക്കുമ്പോഴല്ല. ആരോഗ്യപരമായിട്ടാകട്ടെ, ഭൗതികപരമായിട്ടാകട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കഷ്ടതയുമില്ല. അങ്ങനെയുള്ള സമയത്ത്, ഒരു ബുദ്ധിമുട്ടും കഷ്ടതയും ഞെരുക്കങ്ങളും ഇല്ലാത്ത സമയത്ത് ഭാര്യയും ഭർത്താവുമൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിച്ചേക്കാം. എന്നാൽ യഥാർത്ഥമായ സമാധാനം, നന്മ എന്താണെന്നറിയാമോ? കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോഴും ഏത് ഭാര്യയാണോ ഭർത്താവാണോ അവർക്കുണ്ടായിരിക്കുന്ന സമാധാനം കടയാതെ, അവർക്കുണ്ടായിരിക്കുന്നതായ ഐക്യതയെ നഷ്ടമാക്കാതെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോഴും സമാധാനത്തോടെ ജീവിക്കുന്നു. അതുപോലെ തന്നെ പലവിധമായ ഞെരുക്കങ്ങളുണ്ടാകുന്നു. ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പലതരത്തിലുള്ള കഷ്ടതകൾ ഉണ്ടാകുന്നു. എങ്കിലും അവർ തമ്മിൽ ഐക്യതയോടെ ആയിരിക്കുന്നു. ചില കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, എങ്കിലും രണ്ടുപേരും തമ്മിൽ ഐക്യതയോടെ. ഇങ്ങനെ ആർക്കാണോ ജീവിക്കുവാൻ കഴിയുന്നത്, അതാണ് ഏറ്റവും നല്ല കുടുംബം. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഐക്യത നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? സാമ്പത്തികമായിരിക്കാം. നിന്നെപ്പോലെ ഒരുവളെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്നെപ്പോലെ രോഗിയായ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഈ കഷ്ടതകൾ ഞാൻ അനുഭവിക്കുന്നത്. എപ്പോഴും ആശുപത്രികൾ കയറിയിറങ്ങുകയാണ്, എപ്പോഴും മരുന്നുകൾ വാങ്ങിക്കൂട്ടുകയാണ്. ഇങ്ങനെ ഒരുവളെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. ഇങ്ങനെ ഭർത്താവ് പറഞ്ഞേക്കാം. കഴിവില്ലാത്ത ഒരുവിനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഭാര്യയും പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പറയേണ്ടത്? വാടകക്കാരൻ വന്ന് വാടക ചോദിക്കുന്നു, ഇവിടെ വന്ന് ബഹളമുണ്ടാക്കുന്നു. നിങ്ങളാണെങ്കിൽ ഒരു കഴിവുമില്ലാത്തവനായിരിക്കുന്നു. ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ സാധാരണമായിട്ട് നമ്മൾ ചോദിച്ചേക്കാം. ശാരീരിക ബലഹീനതകൾ ഉണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒക്കെ യഥാർത്ഥ രൂപം വെളിപ്പെട്ട് വന്നേക്കാം. എന്നാൽ ഈ ദമ്പതികൾ അങ്ങനെയുള്ളവരായിരുന്നില്ല. അവരുടെ ജീവിതത്തിലും ഒരു പ്രശ്നങ്ങളുണ്ടായി. സാധാരണമായിട്ട് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പരിഹരിക്കാൻ കഴിയാവുന്ന പ്രശ്നം, മറ്റൊന്ന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം. നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെങ്കിൽ സാരമില്ല. എന്നാൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിൽ അതാണ് വലിയ പ്രശ്നം. നിങ്ങൾക്കും പല പല പ്രശ്നങ്ങളുണ്ട്. ജീവിതത്തിൽ സാധാരണമായി 4 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. 1 ആത്മീയ പ്രശ്നം, 2 ആരോഗ്യ പ്രശ്നം, 3 സാമ്പത്തിക പ്രശ്നം, 4 സാധാരണമായിട്ട് കുടുംബത്തിൽ തലയുയർത്തുന്നതായ പ്രശ്നങ്ങൾ. സാധാരണമായിട്ട് ഈ 4 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. സാമ്പത്തിക പ്രശ്നമാകട്ടെ, ആത്മീയ പ്രശ്നമാകട്ടെ, ആരോഗ്യ പ്രശ്നമാകട്ടെ, അതുപോലെ തന്നെ കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുണ്ടാകുന്നതായ പ്രശ്നം, കുടുംബ പ്രശ്നങ്ങൾ, ഇവയാണ് ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ പ്രശ്നമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവർക്കും, ജീവനുള്ളവരായ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. റൈറ്റ്. ഇന്ന് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമോ? പരിഹരിക്കാൻ കഴിയുമോ? ഇല്ല. പ്രശ്നങ്ങൾ 2 തരത്തിലുണ്ട്. 1 നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാവുന്ന പ്രശ്നം, 2 പരിഹരിക്കാൻ കഴിയാത്തതായ പ്രശ്നം. ശരി. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ആത്മീയ ജീവിതം ആരംഭിച്ച വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ സാധാരണമായി ചെയ്യുന്ന കാര്യം ഇതാണ്: കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലും. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ പ്രശ്നം ഞാൻ എന്തു ചെയ്യണം? ഈ പ്രശ്നത്തിൽ നിന്നെ വിടുവിക്കണമേ, വിടുവിക്കണമേ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ മിനിസ്ട്രിയുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിനോട് ഇപ്രകാരം പറയുവാനിടയായി: എൻ്റെ മകനെ, പ്രശ്നങ്ങളെ നീ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം, 2ആയിട്ട് ഭാഗിക്കണം. 1 നിനക്ക് പരിഹരിക്കാൻ കഴിയാവുന്ന പ്രശ്നം, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം. കർത്താവ്, ഈ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയും. ഓക്കെ, അതിനെന്താ, നീ പരിഹരിക്കുക. കർത്താവ്, ഈ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയില്ല. ഓക്കെ, ആർക്ക് പരിഹരിക്കാൻ കഴിയും? കർത്താവ് പരിഹരിക്കും. ശരി, പ്രശ്നമെന്താണ്? നിനക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം നീ പരിഹരിക്കുക. നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവുണ്ട്. അതുകൊണ്ട് അവൻ്റെ അരികിലേക്ക് അത് കൊണ്ടുവരണം. ഇപ്പോൾ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ? ഉറക്കെ പറയണം. പ്രശ്നം ഒന്നുമില്ല. ഒരു സഹോദരൻ നമുക്ക് വിളിക്കാം. ഇതാണ് പ്രശ്നം. അവനത് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ? പിടിച്ചിട്ടുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം. മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ആ പ്രശ്നത്തെ, മകനെ കുറച്ചുകൂടി ഉയർത്തിപ്പിടിക്കുക. അത് നന്നായിട്ട് പിടിക്കുക. അങ്ങനെ നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ്.
ഇപ്പോൾ ഈ പ്രശ്നം ഇവൻ പിടിച്ചിരിക്കുകയാണ്. എന്താണ് കൈതാക്കുന്നത്? പിടിക്കൂ, മുറുകെ 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 പിടിക്കുക. റൈറ്റ്, അത് താഴെ വയ്ക്കുക. ഇപ്പോഴെന്തു തോന്നുന്നു? വളരെ ആശ്വാസം തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സഹോദരൻ ഒരു പ്രശ്നത്തെ പിടിച്ചു. ആ പ്രശ്നം തൻ്റെ കൈകളിലായിരുന്ന സമയത്തേക്ക് തനിക്ക് വളരെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. എന്നാൽ ആ പ്രശ്നത്തെ എപ്പോഴാണോ താഴെ വെച്ചത്, അവന് വളരെ ആശ്വാസം അനുഭവപ്പെട്ടു. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അത് ഏറ്റെടുക്കുവാനായിട്ട് നോക്കരുത്. നിങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുവാനായി നോക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ തളർന്നു പോകുവാനിടയാകും, ക്ഷീണിച്ചു പോകും. ഈ മകൻ ഒന്നുകൂടി ശ്രമിക്കാമോ? ശരി, ട്രൈ ചെയ്യൂ. ഇപ്പോൾ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അതായത് കുറച്ച് സമയം നമുക്ക് കുഴപ്പമില്ല. ഈ പ്രശ്നത്തെ എനിക്ക് പരിഹരിക്കാൻ കഴിയും, വലിയ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കഴിവുകൊണ്ടൊക്കെ എനിക്ക് ഇത് തീർക്കാൻ കഴിയും, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെയായിരിക്കും നമ്മളിൽ പലരും പറയുന്നത്. എന്നാൽ സമയം കഴിയുന്തോറും അത് നമുക്ക് പരിഹരിക്കാൻ കഴിയാതെ നമ്മൾ ക്ഷീണിച്ചു പോകും. മനുഷ്യനെ അത് ബലഹീനനാക്കി കളയും. നിന്റെ പ്രശ്നം നീ എത്രത്തോളം പരിഹരിക്കാൻ സ്വയം ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് നിന്നെ ബലഹീനനാക്കി മാറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, മകനേ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ക്രിസ്ത്യാനികൾക്ക് പ്രശ്നങ്ങളുണ്ടാകുമോ? ഉണ്ടാകില്ലയോ? തീർച്ചയായും ഉണ്ടാകും. നീതിമാനുണ്ടാകുന്നതായ കഷ്ടതകൾ അനേകമാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് വെച്ചാൽ, അവയിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിക്കാനിടയാകും. എപ്പോഴാണ് അവൻ നമ്മെ വിടുവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ പ്രശ്നങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം. ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കുക. രണ്ടാമത്തെ തരം ഏതാണ്? നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. ഏതാണോ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായി കാണുന്നത്, ദയവ് ചെയ്ത് നിങ്ങളത് പരിഹരിക്കാൻ നോക്കരുത്. നിങ്ങൾ എത്രത്തോളം ആ പ്രശ്നത്തെ നിങ്ങളുടെ കയ്യിൽ വഹിക്കാനായി ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളെ അത് തളർത്തിക്കളയും. മാനസികമായി തളർത്തിക്കളയും, ഭൗതികമായി തളർത്തിക്കളയും, ആത്മീയപരമായും അത് നിങ്ങളെ ഇല്ലാതെയാക്കും. ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്തോറും അത് നിങ്ങളെ വളരെ തളർത്തിക്കളയും. തനിക്ക് വഹിക്കാൻ കഴിയാത്ത പ്രശ്നത്തെ എപ്പോഴാണോ താൻ അത് ഉപേക്ഷിച്ചത്, അവന് വലിയ ആശ്വാസം തോന്നി. ദൈവമേ എന്ന് തോന്നി. അതുകൊണ്ട് കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ ചിന്താകുലങ്ങൾ സകലതും എന്നാണോ അതോ അല്പമെന്നാണോ പറഞ്ഞത്? സകലതുമെന്ന് പറയുമ്പോൾ സമ്പൂർണമായിട്ടും നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ കയ്യിലേക്ക് നൽകുവീൻ. ശരിയല്ലേ? ഇപ്പോൾ വീണ്ടും ആ മകനെ നമുക്ക് വിളിക്കാം. മകനെ, വീണ്ടും നിന്റെ ആ പ്രശ്നമായിട്ടൊന്ന് വരിക. ശരി, അത് നിന്റെ കയ്യിൽ എടുക്കുവാനായി ശ്രമിക്കൂ. ഈ പ്രശ്നം ഇവൻ്റെ കയ്യിൽ ആയിരിക്കുന്നത് കൊണ്ട് ഇവനത് ചുമക്കുവാൻ കഴിയുന്നില്ല. ശരി, അതെടുത്ത് ഇവിടെ മുകളിൽ വയ്ക്കുക. ഇപ്പോൾ എന്തു തോന്നുന്നു? ആശ്വാസം തോന്നുന്നു. ആശ്വാസം തോന്നുന്നു. ആശ്വാസമാണെന്ന് പറയുന്നു. താൻ ചുമന്നുകൊണ്ടുവന്ന ആ ഭാരം ഇതിൻ്റെ മുകളിൽ വെച്ചപ്പോൾ തനിക്ക് ആശ്വാസം തോന്നിയെങ്കിൽ ഇതിനെ യേശുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താലോ? ചോദിക്കട്ടെ, തടി കൊണ്ടുണ്ടാക്കിയ ഈ മേശയുടെ മുകളിൽ ഈ ഭാരം വെച്ചപ്പോൾ ആശ്വാസമുണ്ടെങ്കിൽ ആ പ്രശ്നം കർത്താവിൻ്റെ കയ്യിലേൽപ്പിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ആശ്വാസം ലഭിക്കുമെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ശരി, കർത്താവ് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരെ കൊണ്ടുവന്ന് എൻ്റെ കൈകളിൽ വയ്ക്കുക. അവനെന്താണ് പറഞ്ഞത്? കഷ്ടകാലത്ത് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്. അതുകൊണ്ട് ഞാനും നിങ്ങളും സേവിക്കുന്നവനായ നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് ഉത്തരം അരുളുന്നവനാണ്. നമുക്ക് എന്ത് ആപത്ത് വന്നാലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഈ ഭവനത്തിലൊരു പ്രശ്നമുണ്ടായി. അതൊരു തീവ്രമായ പ്രശ്നം തന്നെയായിരുന്നു. അതവർക്ക് താങ്ങാൻ കഴിയാത്ത പ്രശ്നം തന്നെയായിരുന്നു. അതവരുടെ ഉറക്കം കെടുത്തിയ പ്രശ്നം തന്നെയായിരുന്നു. ആ പ്രശ്നം അവർക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു, അവർക്ക് പരിഹരിക്കുവാനും കഴിയില്ലായിരുന്നു. പ്രശ്നങ്ങൾ 3 തരത്തിലുണ്ട്. ഒന്ന് സഹിക്കാൻ കഴിയാത്തത്, മറ്റൊന്ന് പരിഹരിക്കാൻ കഴിയാത്തത്, തീവ്രമായത്.
ഇന്ന് നിന്റെ പ്രശ്നം തീവ്രമായിരിക്കാം, പരിഹരിക്കാൻ കഴിയാത്തതായിരിക്കാം, നിനക്ക് താങ്ങാൻ കഴിയാത്തതായിരിക്കാം. തീർക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത തീവ്രമായ പ്രശ്നം നീ എന്താണ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. നിന്റെ ഭർത്താവിനെ നിന്ദിച്ചാലോ, നിന്റെ ഭാര്യയെ നീ നിന്ദിച്ചാലോ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമോ? ഭാര്യയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കുന്നു, താങ്ങാൻ കഴിയുന്നില്ല. ഭർത്താവ് കേൾക്കുക, നിങ്ങളുടെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ, ഒരു വശത്ത് ശാരീരികമായി വേദന അനുഭവിക്കുന്നു, അതുപോലെ തന്നെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇഞ്ചക്ഷനൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ വേദന താങ്ങാൻ കഴിയുന്നില്ല, ടാബ്ലറ്റ്സ് കഴിക്കുന്നു, അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നു, ആഹാരം ദഹിക്കുന്നില്ല, ശാരീരികമായി വളരെ ക്ഷീണങ്ങളുണ്ടാകുന്നു, മാനസികമായ തളർച്ചയുണ്ടാകുന്നു. ഇപ്പോൾ ശാരീരികമായും മാനസികമായും തളർന്നു പോകുന്നവളായ നിന്റെ ഭാര്യയെ നോക്കിയിട്ട് എന്തു ചെയ്യാം? കല്യാണം കഴിക്കാതെ അവസാനം നിന്നെപ്പോലെ ഒരുവിളയാണല്ലോ ഞാൻ കല്യാണം കഴിക്കാനിടയായത്. എപ്പോഴും ആശുപത്രികൾ കയറിയിറങ്ങണം, ഞാൻ ഉണ്ടാക്കുന്ന പണമൊക്കെ നിന്റെ ചികിത്സയ്ക്കായിട്ട് ചിലവഴിക്കണം. ഇങ്ങനെ പറയുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ? പറയുക, പരിഹരിക്കപ്പെടില്ല. ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ല. ഒരുപാട് കഷ്ടപ്പെടുകയാണ്, ഓഫീസിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു, വളരെ അലച്ചിൽ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കിട്ടുന്ന ശമ്പളമോ 10,000, 12,000, 15,000 ആയിരിക്കണം. അതുകൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തലവേദന വന്നാലും ഓഫീസിൽ പോകണം, ശരീരത്തിൽ വേദനയാണെങ്കിലും ഓഫീസിൽ പോകുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഓഫീസിൽ ചെന്നിട്ട് ജോലി ചെയ്യുന്നു. കാരണം ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകാതെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആ 500 രൂപ കിട്ടാതെ ഇരിക്കും. അത് പാൽക്കാരന് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെലവിനെടുക്കാം, എൻ്റെ കുഞ്ഞിൻ്റെ ഫീസിന് വേണ്ടി ഉപയോഗിക്കാനും കഴിയും. ഇങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് ശാരീരികമായ രോഗങ്ങൾ ഉള്ള സമയത്തും ബലഹീനമായിരിക്കുന്ന സമയത്തും അതൊന്നും വകവയ്ക്കാതെ ഓഫീസിൽ പോയി ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ വീട്ടുടയവൻ വന്നിട്ട് വാടകയ്ക്ക് പൈസ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വഴക്ക് പറഞ്ഞെന്നിരിക്കട്ടെ. അപ്പോൾ വൈകുന്നേരം ഭാര്യ ഭർത്താവിനെ വഴക്ക് പറഞ്ഞെന്നിരിക്കട്ടെ. കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നില്ല, വീട്ടുവാടക അടയ്ക്കാൻ കഴിയുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? എന്തിനാണ് കല്യാണം കഴിച്ചത്? നിങ്ങളെപ്പോലെ കഴിവില്ലാത്ത ഒരുവനാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്, ഇനി ഞാൻ നരകം അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ നിന്ദിക്കുകയാണെങ്കിൽ ശമ്പളം കൂട്ടിക്കിട്ടുമോ? പറയുക, ശമ്പളം കൂടുമോ? കൂടില്ല. മാനസികമായി തളർന്ന് ശാരീരികമായിട്ട് ക്ഷീണിച്ച് ഭർത്താവ് വൈകുന്നേരം കടന്നു വരുമ്പോൾ ആശ്വാസമായി നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഭാരപ്പെടേണ്ട. ഇതിനേക്കാൾ നല്ലൊരു ജോലി കർത്താവ് നമുക്ക് നൽകും. 1 മാസത്തെ വാടക താമസിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ വഴക്ക് പറഞ്ഞത്. അതോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. നമുക്ക് നല്ല ദിവസങ്ങൾ വരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം അത്ഭുതവാനാണ്. അതുകൊണ്ട് അവൻ നമ്മെ വെടിവിക്കും. ധൈര്യത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ആരോഗ്യത്തോടെ ഇരിക്കും. എന്നാൽ നിങ്ങൾ അവനെ നിന്ദിക്കുകയാണെങ്കിൽ അവൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ഷീണിക്കും. ഒരു വ്യക്തിക്ക് എപ്പോഴാണ് രോഗം ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ശാരീരികമായി ബലഹീനപ്പെടുമ്പോഴല്ല, മാനസികമായിട്ട് ക്ഷീണിക്കുമ്പോഴാണ്. ആ കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു ദിവസം അർദ്ധരാത്രി ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്തുകൊണ്ടെന്നറിയാമോ? എൻ്റെ ചെവിക്കുള്ളിൽ എന്തോ കയറി. നിങ്ങളുടെ ചെവിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രാണി കയറിയിട്ടുണ്ടോ? അന്ന് രാത്രിയിൽ എൻ്റെ ചെവിയിൽ ഏതോ ഒരു പ്രാണി കയറിയിട്ട് അത് അകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. ഞാൻ ഒരുപാട് ശ്രമം നടത്തി, ചെവിക്കുള്ളിൽ വിരലിട്ട് ഞാൻ കറക്കി, തല ചരിച്ചു പിടിച്ചു, പല രീതിയിൽ ശ്രമിച്ചിട്ടും അത് ഇറങ്ങിപ്പോകുന്നതേയില്ല. ഇങ്ങനെ തല ചരിച്ചു വെച്ച് കിടന്നാൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ മറുവശത്തേക്ക് തലവെച്ച് കിടന്നാൽ ആ പ്രാണി ചെവിക്കുള്ളിൽ ഓടുകയാണ്. അതുകൊണ്ടൊരു 3-4 ദിവസത്തേക്ക് എനിക്ക് ഈ വശത്തേക്കല്ലാതെ മറുവശത്തേക്ക് തലവെച്ച് കിടന്നുറങ്ങുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ചെവിക്കുള്ളിൽ ഏതോ ഒരു ഉറുമ്പോ മറ്റേതെങ്കിലും ഒരു പ്രാണിയോ കയറിയിരിക്കുന്നു എന്ന് എനിക്കതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ചെവിക്കുള്ളിലിരിക്കുന്നിടത്തോളം സമയം വല്ലാത്ത ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളുമൊക്കെയാണ്. കിടക്കുന്ന സമയത്ത് അറിയാതെ തലചരിച്ച് കിടക്കുകയാണെങ്കിൽ വീണ്ടും അത് അനങ്ങാൻ തുടങ്ങും. ഇനിയും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവസാനം ENT ഡോക്ടറെ പോയി കണ്ടു. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. എന്ത് പറയാം, എൻ്റെ ചെവിക്കുള്ളിൽ എന്തോ കടന്നിരിക്കുന്നു, എനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഏത് പ്രാണിയാണ് ഉള്ളിൽ കടന്നത്, അതെന്നെ കടിക്കുമോ എന്നുള്ളതായ പല തരത്തിലുള്ളതായ ടെൻഷൻ. ആ ഡോക്ടർ തൻ്റെ കയ്യിലിരുന്നതായ ഒരു ചെറിയ ഉപകരണം എടുത്ത് ചെവിക്കുള്ളിലിട്ടിട്ട് മൊത്തം പരിശോധിച്ചപ്പോൾ എനിക്കൊരു ശുഭവാർത്ത പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെവിക്കുള്ളിൽ ഒന്നും തന്നെ
ഇല്ല. എന്നാൽ നിങ്ങൾക്കത് തോന്നുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 തരത്തിലുള്ള ഗുളികകൾ എനിക്ക് തന്നു. എത്ര തരത്തിലുള്ള ഗുളികകളാണ്? 3 തരം ടാബ്ലറ്റുകൾ തന്നു. ഈ ഗുളികകൾ നിങ്ങളൊരു 5 ദിവസം ഉപയോഗിച്ച് നോക്കുക. എന്നിട്ടും കുറയുന്നില്ല എങ്കിൽ നമുക്ക് മറ്റുള്ളതായ പരിശോധനകൾ നടത്തി നോക്കാമെന്ന് പറഞ്ഞു. ആ ഗുളികകളെല്ലാം തന്നെ ഞാൻ വാങ്ങി. എന്നാൽ അടുത്ത ദിവസം മുതൽ ഈ ചെവിക്കുള്ളിലുള്ള അസ്വസ്ഥതകളില്ല, പ്രാണി നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ പറയുക. എന്താണെന്ന് വെച്ചാൽ, മാനസികമായിട്ട് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു തോന്നൽ വരികയാണ്. എൻ്റെ ചെവിക്കുള്ളിൽ എന്തോ ഒരു പ്രാണി കടന്നിരിക്കുന്നു എന്ന്. ചെവിക്കുള്ളിൽ എന്തോ ഒരു പ്രാണിയുണ്ട്, അത് ചെവിക്കുള്ളിൽ കടന്നിരിക്കുന്നു. ഈ ഒരു ചിന്ത മാനസികമായിട്ട് എന്നെ തളർത്തുവാനിടയായി. എന്നാൽ എപ്പോഴാണോ എൻ്റെ ചെവിക്കുള്ളിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സെന്താണ് പറയുന്നത്? എടാ മോനെ, നിന്റെ ചെവിക്കുള്ളിൽ ഒന്നും തന്നെയില്ല. അപ്പോൾ തന്നെ മൈൻഡ് മൊത്തം ഫ്രീ ആയിപ്പോയി. സാധാരണമായിട്ട് രോഗമുണ്ടെന്ന് പറയുന്നവരിൽ, എനിക്ക് രോഗമുണ്ട് എന്ന് പറയുന്നതായ ആളുകളുണ്ടല്ലോ, അവരിൽ 100-ൽ 80% ആളുകൾക്കും രോഗം ഇല്ല. എന്നാൽ ഏതോ ഒരു രോഗം എനിക്കുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നു, ഇങ്ങനെ ഉള്ള ചിന്തയാണ്. പലപ്പോഴും ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നാൽ കാണാം, ഡോക്ടർ ഇങ്ങനെ BP ചെക്ക് ചെയ്യും. ഡോക്ടർ BP ചെക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം മെഷീനിൽ നോക്കും. നിങ്ങളാണെങ്കിൽ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അദ്ദേഹത്തിൻ്റെ മുഖം ശാന്തമായിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം അബദ്ധത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒറ്റയടിക്ക് BP കയറി വരുന്നത് കാണാൻ കഴിയും. എന്താണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അകത്തെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോൾ വരെ ഇല്ലാത്ത BP ഒറ്റയടിക്ക് ഉയർന്ന് വരുന്നതായിട്ട് കാണാം. വാസ്തവത്തിൽ നിങ്ങൾക്ക് BP ഇല്ലായിരുന്നു. എന്നാൽ എപ്പോഴാണോ ഡോക്ടർ പരിശോധിച്ച സമയത്ത് ഡോക്ടറിൻ്റെ മുഖത്ത് ഭാവങ്ങൾ മാറിയത്, അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത BP ഉണ്ടാകാനിടയായി, BP വർദ്ധിച്ചു വരാനിടയായി. അതുകൊണ്ടാണ് പറയുന്നത്, സാധാരണമായിട്ട് 100-ൽ 80% രോഗമുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് രോഗമില്ല. എന്നാൽ മാനസികമായിട്ട് അവർക്കൊരു തോന്നലുണ്ടാവുകയാണ്, ഏതോ ഉണ്ട്, ഏതോ ഒരു രോഗമുണ്ട് എന്ന് അവർ ഉള്ളിൽ ഭാവിക്കുന്നത് കൊണ്ടാണ് ഇല്ലാത്തതായ രോഗവും ഇല്ലാത്തതായ BPയും ഒക്കെ വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകണം. നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവാകട്ടെ ഭാര്യയായിക്കൊള്ളട്ടെ, പ്രശ്നം കാരണം ഒരാൾ മറ്റൊരാളെ നിന്ദിക്കുകയാണെങ്കിൽ ഭർത്താവ് നിന്ദിച്ചാൽ ഭാര്യയുടെ മാനസിക നില തകരാനിടയാകും. ഒരു വശത്ത് രോഗത്താൽ ഭാരപ്പെടുകയാണ്, ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, ഇഞ്ചക്ഷനുകൾ വയ്ക്കുന്നു, അതിൻ്റെയൊക്കെ വേദന. എന്നാൽ മറുവശത്ത് ഭർത്താവ് എന്ന് പറയുകയാണ്, നിന്നെപ്പോലെ ഒരു ഭാര്യ കിട്ടിയത് എൻ്റെ കഷ്ടകാലമാണ് എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ മാനസിക നില തകർന്നു പോകാനിടയാകും. ഇപ്പോൾ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ ഇത് കാണുമ്പോൾ മനസ്സലിവോടെ സ്നേഹത്തോടെ നിങ്ങൾ സംസാരിച്ചാൽ നല്ലത്. അല്ലാതെ നിന്നെ തന്നെയാണല്ലോ എനിക്ക് കെട്ടേണ്ടി വന്നത്, നീ ജീവിച്ചാലും മരിച്ചാലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, അവൾ കൂടുതൽ ബലഹീനയായി പോകും. അതുകൊണ്ട് കൂടുതൽ രോഗിയായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ മാനസികമായി ഭാരപ്പെടുന്നതായ ഭർത്താവായിരിക്കാം, ജോലി ചെയ്തിട്ടും ശരിയായ വരുമാനം ലഭിക്കാതെ, കടം വീട്ടുവാൻ കഴിയാതെ, കടക്കാർ വന്ന് വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം. ഒരു വശത്ത് ജോലി ചെയ്തിട്ടും ശരിയായ വരുമാനം ലഭിക്കാതെ ഭാരപ്പെടുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഭർത്താവിനെ നോക്കി നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ അദ്ദേഹത്തെ നിന്ദിക്കുകയാണെന്നിരിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരുവിനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്, ഒരു കഴിവുമില്ല, ജോലി ചെയ്തിട്ട് പണം കൊണ്ടുവരുന്നില്ല, കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല, ഭാര്യയായ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല, സമയത്തിന് വാടക കൊടുക്കാൻ കഴിയുന്നില്ല, നിങ്ങളെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് എന്താണ് നേട്ടം, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഭാര്യയുണ്ടെന്നിരിക്കട്ടെ, അയാൾക്ക് കഷ്ടപ്പെടുവാൻ കഴിയുമോ? ഇങ്ങനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് മാനസികമായി അയാൾ ക്ഷീണിച്ചു പോയിട്ട്, ശാരീരികമായി ക്ഷീണിച്ചിട്ട് ദുഃഖം താങ്ങാൻ കഴിയാതെ ആ ഭർത്താവ് എന്തു ചെയ്യുമെന്നറിയാമോ? മദ്യപിക്കാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാനായിട്ട് കഴിയുന്നില്ല. മറുവശത്ത് ഭാര്യയുടെ നിന്ദകളും പരിഹാസങ്ങളും അത് തന്നെ വീണ്ടും മാനസികമായി തളർത്തുന്നതുകൊണ്ട് ഇല്ലാത്ത ദുശീലങ്ങൾക്ക് പലപ്പോഴും അടിമയായേക്കാം. ആ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടാവുകയാണ്, അത് അവർക്ക് തീർക്കുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഭാരപ്പെടുകയാണ്. ആ പ്രശ്നം എന്താണ്? അവർ രണ്ടുപേരും നല്ല ആത്മീയതയുള്ളവരാണ്. കല്യാണം കഴിക്കുന്ന സമയത്ത് പരസ്പരം കൂടുതൽ വിശദമായിട്ടൊന്നും പരിശോധിക്കാനോ ചോദിക്കാനോ ഒന്നും പോയില്ല. എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ളവനാണ്, എൻ്റെ ഭാര്യ എങ്ങനെയുള്ളവളാണ്, അങ്ങനെ നോക്കുക പോലും ചെയ്തിരുന്നില്ല. തൻ്റെ അപ്പൻ പറഞ്ഞു, എടാ ഞാൻ പ്രാർത്ഥിച്ചു,
നിനക്ക് തുണയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ദൈവം കൊണ്ടുവരും. അവൾ വരുമ്പോൾ നീ കല്യാണം കഴിക്കണം. മകൻ എന്തു പറഞ്ഞെന്നറിയാമോ? അങ്ങനെയാകട്ടെ ഡാഡി. കല്യാണത്തിന് മുൻപ് താൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ അയാൾ നോക്കുക പോലും ചെയ്തിരുന്നില്ല. ആ മകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ പിതാവ് എനിക്ക് വിവാഹം കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എൻ്റെ പിതാവ് എനിക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി നല്ല ആത്മീയതയുള്ള ഒരു പെൺകുട്ടിയെ, കർത്താവിൽ വിശ്വസിക്കുന്നതായ ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ചേരുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസം എൻ്റെ പിതാവിനുണ്ട്. എനിക്കും ആ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിന്റെ ഹിതപ്രകാരം തന്നെ എൻ്റെ പിതാവ് പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയെ നീ കൊണ്ടുവരണമേ. പിതാവ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നല്ല ഒരു പെൺകുട്ടി, പുരുഷനെ അതിനു മുമ്പ് അറിയാത്തതായ ഒരു പെൺകുട്ടി ഭാര്യയായിട്ട് വന്നു. എപ്പോഴാണ് അവൻ കണ്ടതെന്നറിയാമോ? കല്യാണ ദിവസമാണ് കണ്ടത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ പയ്യൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ പയ്യൻ്റെ പേര് ഇസഹാക്ക്, പെൺകുട്ടിയുടെ പേരാണ് റിബേക്ക. ഇവർ രണ്ടുപേരും ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിവാഹം ചെയ്തു. എന്നാൽ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. എന്താണ്? കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. അതായത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നീ വിവാഹം കഴിച്ചാലും, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നീ വ്യാപാരം ചെയ്താലും, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവവേല നീ ചെയ്താലും, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിന്റെ വീട് പണി നീ ആരംഭിച്ചാലും, ആലയത്തിൻ്റെ പണി തുടങ്ങിയാലും, ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കുന്നത് കൊണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് നടക്കുമെന്ന് വിചാരിക്കരുത്. എപ്പോഴാണോ നീ ദൈവത്തിന് ഹിതം ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ പിശാച് പ്രവർത്തിക്കും. എപ്പോഴും ഓർക്കുക, ദൈവത്തിന് ഹിതം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ പിശാച് മൗനമായിരിക്കില്ല. തടസ്സങ്ങൾ കൊണ്ടുവരും, പ്രതിസന്ധികളെ കൊണ്ടുവരും, കലഹങ്ങൾ കൊണ്ടുവരും, എതിർപ്പുകൾ, പലതരത്തിലുള്ളതായ അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ കൊണ്ടുവരും. അനീതി ചെയ്യുന്ന ആളുകളെ, അന്യായം ചെയ്യുന്നതായ ആളുകളെ, ദുഷ്ടന്മാരെയൊക്കെ എഴുന്നേൽപ്പിക്കും. ഇത് സാധാരണം. ഇവർ രണ്ടുപേരും തന്നെ യൗവനപ്രായത്തിൽ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധ വിവാഹം ചെയ്യാനിടയായി. അങ്ങനെയെങ്കിൽ നല്ല കുട്ടികൾക്കവർ ജന്മം കൊടുക്കേണ്ടവരല്ലേ? എന്നാൽ ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവർ വിവാഹം നടത്തിയിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. ഇന്നങ്ങനെ പറയുന്ന ആരെങ്കിലുമുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം തന്നെയാണ് വിവാഹം ചെയ്തത്, എങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ആ ജോലിയിൽ ഞാൻ ചേർന്നത്, എന്നാൽ എനിക്ക് മനഃശാന്തി നഷ്ടമായിരിക്കുന്നു. ദൈവഹിതപ്രകാരമാണ് ആ സ്ഥലം വാങ്ങിയത്, എന്നാൽ സമാധാനമില്ല. ദൈവഹിതപ്രകാരമാണ് ആ വീട് വാങ്ങിയത്, എന്നാൽ രജിസ്ട്രേഷൻ നടക്കുന്നില്ല. ദൈവഹിതപ്രകാരമാണ് ദൈവവേല തുടങ്ങിയത്, എന്നാൽ അത് മുൻപോട്ട് പോകുന്നില്ല. പ്രിയ സഹോദര സഹോദരി, നീ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാനായിട്ട് മുൻപോട്ട് ചുവടുകൾ വയ്ക്കുമ്പോൾ പിശാച് മൗനമായിരിക്കാതെ നിന്നെ എതിർക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ നീ കേൾക്കുക, അന്തിമമായിട്ട് നിനക്ക് തന്നെയായിരിക്കും വിജയം. എൻ്റെ ദൈവം നിന്നെ ജയിപ്പിക്കുവാനിടയാകും, അതിൽ യാതൊരു സംശയവും ഇല്ല. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഏതാണോ പ്രശ്നമുള്ളത്, ആ പ്രശ്നം ദൈവം പരിഹരിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ ശ്രേഷ്ഠമായ ഈ സന്ദേശത്തിൽ കൂടി സകലരോടും നീ സംസാരിച്ചതോർത്തങ്ങേ സ്തുതിക്കുകയാണ്. ആത്മീയരാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്നാൽ അത് പലപ്പോഴും ഞങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലവ് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ലായിരിക്കും. ഒരുപക്ഷേ ആ പ്രശ്നത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ എത്ര വലിയ പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്ന വലിയവനായ ദൈവമാണല്ലോ നീ. ഇന്ന് സകല വ്യക്തികളും അവരവരുടേതായ പ്രശ്നങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, പ്രശ്നങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ അത് ഞങ്ങളെ തകർത്തുകളയും. ഞങ്ങൾ തന്നെ അത് ചുമക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ ബലഹീനരായിട്ട് പോകും. എന്നാൽ ആ പ്രശ്നത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ സമാധാനത്തോടെ കഴിയും, ഞങ്ങൾ ശാന്തമായി ജീവിക്കും. അതിനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. തീർക്കുവാൻ കഴിയാത്തതായ തീവ്രമായ എത്ര വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളാണെങ്കിലും ശരി, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന അത്ഭുതവാനായ ദൈവമാകൊണ്ട് കർത്താവ് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഈ ദിവസം ആരൊക്കെയാണോ തങ്ങളുടെ പ്രശ്നങ്ങളെ നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നത്, സമർപ്പണത്തോടെ ആരൊക്കെയാണോ പറയുന്നത്, കർത്താവെ, ഇന്നെൻ്റെ ജീവിതത്തിൽ നീ കടന്നു വരണമേ,
എൻ്റെ ജീവിതത്തെ നീ ഒന്ന് പുതുക്കണമേ. അശുദ്ധമായ ജീവിതത്തെ മാറ്റി വിശുദ്ധിയുള്ള ജീവിതം നൽകണമേ. എൻ്റെ ഹൃദയത്തിൽ നീ പ്രവേശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിൽ നീ പ്രവേശിക്കണമേ. അവരുടെ ജീവിതത്തിൽ കടന്നു വരണമേ. അവരുടെ ഗൃഹങ്ങളിൽ കടന്നു വരണമേ. അതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നതായ സകല വ്യക്തികൾക്കും സൗഖ്യം കൊടുക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാർക്ക് നല്ല ജോലി നീ കൊടുക്കണമേ. ഉദരബലമില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് ശ്രേഷ്ഠമായ മറുപടി വരുന്ന വർഷം ഈ സമയമാകുമ്പോൾ അവരുടെ കൈകളിൽ നീ കൊടുക്കണമേ. കർത്താവ്, ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാതെ വേർപിരിയാൻ ഒരുങ്ങിയിരിക്കുന്നതായ ദമ്പതികളുടെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്ത് ഇന്നു തന്നെ ശാന്തിയും സമാധാനവും ഐക്യതയും കൊടുക്കണമേ. അവരുടെ കുടുംബജീവിതത്തെ പണിയാനുള്ള കൃപ കൊടുക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.